അപ്പോൾ ഗൈസ് നമ്മുടെ ലിങ്കിലേക്ക് പോകുമ്പോൾ ഈ ഒരു പേജിലാണ് നമ്മളെത്തുന്നത്. ഇതിൽ താഴെ എൻ്റർ ദ ബാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. താഴോട്ട് പോകുമ്പോൾ 2 ഓപ്ഷൻ നമുക്ക് കാണാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഉണ്ട്, സൈൻ ഇനും ഉണ്ട്. ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക, പുതിയതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഒരു പേജിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ മീ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ പേര് ഗിവൺ നെയിം എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് നെയിമാണ്. അവിടെ ഫസ്റ്റ് നെയിം പാസ്പോർട്ടിൽ നോക്കിയാൽ മതി. ഡൗട്ടുള്ളവർ പാസ്പോർട്ടിൽ ഗിവൺ നെയിം സർ നെയിം എന്ന് തന്നെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാസ്പോർട്ടിലുള്ള ഫുൾ നെയിം കൊടുക്കുക. ചിലരുടെ ഹൗസ് നെയിമൊക്കെ കൂടെ വീട്ടുപേരും കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും പേരിൽ വരുന്നത്. സോ അത് കൊടുക്കുക, പാസ്പോർട്ടിലുള്ള പോലെ തന്നെ കൊടുക്കുക. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ വാട്ട് ഈസ് യുവർ കൺട്രി ഓഫ് നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻസിന് വേണ്ടി മാത്രമുള്ള വിസയാണ്, പക്ഷേ എന്നാലും ഇന്ത്യ കൺഫേം ചെയ്യുക. തൊട്ടടുത്ത പേജിലേക്ക് പോകുമ്പോൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ട് നമ്പർ ആദ്യം കൊടുക്കുക. വീണ്ടും കൺട്രി ഓഫ് ഇഷ്യൂ, ഏത് കൺട്രിയിലാണ് നിങ്ങളുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. ഇന്ത്യൻ പാസ്പോർട്ടിനെല്ലാം എക്സ്പയറി ഡേറ്റ് ഉള്ളതാണ്. സോ അത് യെസ് കൊടുത്തതിന് ശേഷം എക്സ്പയറി ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എക്സ്പയറി ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ടിലുള്ളത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ചിലർക്ക് പാസ്പോർട്ടിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും പല ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരുണ്ട്. അതുകൊണ്ട് പാസ്പോർട്ടിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും പാസ്പോർട്ടിലുള്ളത് തന്നെ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ വീണ്ടും പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സെക്യൂരിറ്റി കോഡ് നിങ്ങൾക്ക് റിസീവ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് ഓൾറെഡി ഒരു UKV അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഈ പേജിലേക്ക് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ UKV അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിൽ ഐഡിയും ഫോൺ നമ്പറും അവരവിടെ ചോദിക്കുന്നതാണ്. സോ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി കോഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനൊരു പേജിലാണ് വരുന്നത്. ഇവിടെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വിസ ഒക്കെ കിടക്കുന്നത് എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ്. ഞാനിവിടെ ഈ വിസയിൽ വന്നത് യങ് പ്രൊഫഷണൽ സ്കീമിൽ വന്ന് വിസ ഓൾറെഡി എടുത്തുകൊണ്ടാണ്. സോ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിൽ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ PDF കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ UKV അക്കൗണ്ടിൽ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. സോ അത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ 3-4 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആ സ്റ്റെപ്സ് ഓരോന്നായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റ്. ഇതിൽ കോൺടാക്റ്റ് പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് മെയിൽ ID ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, നമ്മൾക്ക് ഇത് റിലേറ്റഡ് ഈ ഡ്രോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നത് ഈ മെയിൽ IDയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ മെയിൽ ID ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു കൺഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് വണ്ണാണ് കൊടുക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള ഒരു ബാലറ്റ് ആപ്ലിക്കൻ്റ് ആണെന്നുള്ളത്. നെക്സ്റ്റ് എവിഡൻസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇത് വളരെ ശ്രദ്ധിക്കുക. ഇതിൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുക്കണം. ആ ഫയൽ സൈസ് 6 MB താഴെ ആയിരിക്കണം. ഒരു JPG PNG ഓർ PDF ആയിരിക്കണം. പിന്നെ ആ ഫയൽ റീനെയിം ചെയ്യേണ്ട ഒരു പേരും കൂടെ അവിടെ പറയുന്നുണ്ട്. ആ ഫയലിന് സിമ്പിളായിട്ടൊരു പേര് കൊടുക്കുക, ജസ്റ്റ് മനസ്സിലാകാൻ പറ്റുന്ന പോലെ. എന്നിട്ട് അവിടെ ചൂസ് ഫയലിൽ കൊടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, 6 MB മുകളിലുള്ള ഫയലാണെങ്കിൽ അപ്ലോഡ് ആവില്ല. പിന്നെ അവർ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിലുള്ള ഫയൽ JPG PDF അങ്ങനത്തെ ടൈപ്പ് ഫയൽസ് അവർ പറയുന്നുണ്ട്. ആ ഫയൽസ് മാത്രമേ ആക്സെപ്റ്റ് ആവുള്ളൂ. സോ നിങ്ങളുടെ പാസ്പോർട്ട് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ടിൻ്റെ നിങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ വരുന്ന ഒരു ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ, ആ 2 പേജസാണ് നിങ്ങൾ ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്.
പാസ്പോർട്ട് ഫയൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് കൺഫേം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം പാസ്പോർട്ട് പേരും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസും. അത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ എവിഡൻസ് അപ്ലോഡഡ് എന്ന് കാണിക്കും. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. സോ നമ്മളുടെ സ്റ്റെപ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇതിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബാലറ്റ് കിട്ടിയതിന് ശേഷം വേണ്ടതാണ്. പോലീസ് ക്ലിയറൻസ് റിപ്പോർട്ട്, പിന്നെ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കേണ്ട 2530 ഏകദേശം 3 ലക്ഷം രൂപയുടെ ഫണ്ട്സ്, അതൊരു 28 ദിവസത്തേക്ക് കാണിക്കണം. പിന്നെ നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ, പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാമാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ബാലറ്റിൽ സക്സസ്ഫുൾ ആയാൽ ഇതെല്ലാം നമ്മൾ കൊടുക്കും എന്നുള്ളൊരു കൺഫർമേഷനാണ് കൊടുക്കുന്നത്. സോ അത് കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചേക്കുക. നിർബന്ധമില്ല, കാരണം നിങ്ങൾക്ക് മെയിലിൽ ഇതെല്ലാം കിട്ടുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മെയിലിൽ ഇത് കാണിക്കും. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പേജ് എന്താണെന്ന് വെച്ചാൽ വെയിറ്റിംഗ് ടൈം ചിലർക്ക് കാണിക്കും. ഞാൻ കറക്റ്റ് 9 മണിക്ക് കയറിയോണ്ടാണ് എനിക്ക് വെയിറ്റിംഗ് ടൈം ഒന്നും ഇല്ലാതെ കയറാൻ പറ്റിയത്. ഇത് 7 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം കാണിച്ചു, പിന്നെ ലെസ് ദാൻ എ മിനിറ്റ് കാണിച്ചു. ഇപ്പോൾ ഇറ്റ്സ് യുവർ ടേൺ കാണിക്കുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യേണ്ട സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിക്കോളും. വേറെ ലിങ്ക് ക്ലിക്ക് ചെയ്യാനോ റീലോഡ് ചെയ്യാനോ ഒന്നും പോകണ്ട. ഞാൻ ഓൾറെഡി നേരത്തെ ഒന്ന് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പേജിലേക്ക് അത് റീലോഡ് ആയിക്കോളും ടൈം ആകുമ്പോഴത്തേക്ക്. സോ വെയിറ്റിംഗ് ടൈം കാണിക്കുന്നുണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ സമയം തീർച്ചയായിട്ടും വരും. ആദ്യത്തെ ദിവസമൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ കാണും, എല്ലാവരും ചെയ്യുന്ന സമയമായതുകൊണ്ട്. സോ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.